3-ാം തീയതി 4-ാം തീയതി പുതിയൊരു വീഡിയോ ഒരു കാര്യം ഞാൻ കണ്ടപ്പോൾ ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനാണ് നടൻ ബാല. 2 പതിറ്റാണ്ടോളം നീണ്ട കരിയറിൽ ഒട്ടേറെ മികച്ച വേഷങ്ങളാണ് ബാല മലയാള സിനിമയിൽ കൈകാര്യം ചെയ്തത്. കേരളത്തിലെ സോഷ്യൽ മീഡിയ അത്രയേറെ കൊണ്ടാടിയിട്ടുള്ള വ്യക്തികളിൽ ഒന്നാണ് ബാലയും. അതിന് കാരണം താരത്തിന്റെ വ്യക്തി ജീവിതം തന്നെയാണ്. റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയായ ഗായിക അമൃതയെ ആയിരുന്നു താരം ആദ്യം വിവാഹം കഴിച്ചത്. ഇതിൽ ഒരു മകളും ജനിച്ചിരുന്നു. എന്നാൽ ഇവർ പിന്നീട് ബന്ധം വേർപെടുത്തി. ഇതിനുശേഷം പല രീതിയിലുള്ള വെല്ലുവിളികളും ആരോപണങ്ങളും ഒക്കെയായി ഇവർ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. അതിനിടെ ബാലയ്ക്ക് കരൾ രോഗം വരികയും ചെയ്തു. എലിസബത്ത് എന്ന ഡോക്ടറുമായുള്ള ബാലയുടെ ബന്ധവും അധികനാൾ നീണ്ടുനിന്നില്ല. ശേഷം ബന്ധുവായ കോകിലയെ ബാല അടുത്തിടെ വിവാഹം ചെയ്തിരുന്നു. ഇപ്പോഴിതാ വീണ്ടും വീഡിയോയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബാല. താൻ പ്രതീക്ഷിക്കാത്ത ചില ആളുകൾ പോലും തന്നെ ചതിച്ചുവെന്നാണ് ബാലയുടെ ആരോപണം. ബാല പറഞ്ഞതിങ്ങനെ നമുക്കെതിരെ എത്ര കേസുകൾ തുടർച്ചയായി വന്നിട്ടുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ പണ്ടേ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇതൊരു കൂട്ടായ ആക്രമണമാണെന്നും കാശിനു വേണ്ടിയാണെന്നും ഞാൻ അന്നേ പറഞ്ഞിരുന്നു. 3-ാം തീയതി ഒരു കാര്യം കണ്ടപ്പോൾ ഞാൻ തകർന്നുപോയി. ഒരിക്കലും അത് വിചാരിച്ചില്ല. പക്ഷേ പേര് പറയാൻ പറ്റില്ല. അവരും കാശിനു വേണ്ടിയായിരുന്നു. ജീവിതത്തിൽ എപ്പോഴും എന്താണെന്ന് അറിയുമോ? നമ്മൾ കഷ്ടപ്പെട്ട് വിയർത്ത് കാശ് ഉണ്ടാക്കിയിട്ട് വേണം എല്ലാവരെയും സഹായിക്കാൻ, അല്ലാതെ മറ്റുള്ളവന്റെ സ്വത്ത് കട്ടിട്ടാകരുത്. അത് വലിയ പാപമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എല്ലാവരും നന്നായിരിക്കട്ടെ എന്നായിരുന്നു ബാല പറഞ്ഞത്. എന്നാൽ ഇതിനെതിരെ വൻ രൂക്ഷ വിമർശനങ്ങളാണ് വരുന്നത്. ഇന്ത്യ-പാക് യുദ്ധസമയത്തു ഇത് എന്ത് പ്രസക്തി എന്നൊക്കെ പറഞ്ഞാണ് വിമർശനം. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.